സോ ഞാൻ ഡിസൈഡ് ചെയ്തു എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നത് ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ ഞാൻ ഹാപ്പി ആവുന്നതും ഒരു ഡോക്ടർ ആയാലോ എന്നുള്ളൊരു ഞാൻ മനസ്സിലാക്കി. അങ്ങനെയാണ് ഞാൻ എൻ്റെ നീറ്റ് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ ഒരു സാറുണ്ട്, അപ്പോൾ ഞാൻ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമ്പോഴും ഞാൻ പറയും ഓക്കെ എനിക്ക് ഇവിടെയാണ് ജോലി എടുക്കേണ്ടത്. KFRA പോയപ്പോൾ പറഞ്ഞു ഓക്കെ ഞാൻ KFRAയിൽ ഒരു റിസർച്ചർ ആവുന്ന പറഞ്ഞു. ഇസ്രോയിൽ പോയപ്പോൾ പറഞ്ഞു ഞാൻ അവിടെ ആവുന്ന പറഞ്ഞു. എൻ്റെ ആ ഒരു ജേർണീൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ക്രോസ് ചെയ്തു എന്നുള്ളത് ആ ഒരു റിയലൈസേഷൻ ഭയങ്കരമായിരുന്നു. ഈ ഒരു ജേർണി ക്രാക്ക് ചെയ്യാൻ ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് ഒരു സെൽഫ് അഫർമേഷനാണ്. എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളത്. ബാക്കിയുള്ളവർ എന്താ പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്വയം ഒരു വിശ്വാസമുണ്ട് എനിക്കിത് പറ്റും, ഞാനത് മാക്സിമം വർക്ക് എടുക്കും. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ എന്തായാലും അവരെത്താൻ പോകും. ഹായ്, ഞാൻ ഹെന്ന സുമി, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ 3rd ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ റിപ്പീറ്റ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. എൻ്റെ ഒരു ഈ നീറ്റ് ജേർണി എന്ന് പറയുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് എപ്പോഴും ഡോക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ എന്താ പറയുക, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ സയൻസ് ഫെയറിലൊക്കെ പ്രൊജക്റ്റൊക്കെ പോയിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ പോകുന്ന സമയത്ത് എൻ്റെ ഒരു സാറുണ്ട്, അപ്പോൾ ഞാൻ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമ്പോഴും ഞാൻ പറയും ഓക്കെ എനിക്ക് ഇവിടെയാണ് ജോലി എടുക്കേണ്ടത്. ഇതാണ് ഞാൻ KFRA പോയപ്പോൾ പറഞ്ഞു ഓക്കെ ഞാൻ KFRAയിൽ ഒരു റിസർച്ചർ ആവുന്ന പറഞ്ഞു. ഇസ്രോയിൽ പോയപ്പോൾ പറഞ്ഞു ഞാൻ അവിടെ ആവുമെന്ന് പറഞ്ഞു. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഒരു 10th എത്തി. അപ്പോൾ ആ ലാസ്റ്റൊക്കെ ആയപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എന്താണെന്നുള്ളൊരു ചോദ്യം. അപ്പോഴും എനിക്ക് ദിസ് ഈസ് ദ പ്ലേസ് വേർ ഐ ബിലോങ് എന്ന് തോന്നിയത് ഡോക്ടർ ആവാന്നുള്ളതായിരുന്നു. സോ ഞാൻ ഡിസൈഡ് ചെയ്തു എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നത് ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ ഞാൻ ഹാപ്പി ആവുന്നതും ഒരു ഡോക്ടർ ആയാലോ എന്നുള്ളൊരു ഞാൻ മനസ്സിലാക്കി. അങ്ങനെയാണ് ഞാൻ എൻ്റെ നീറ്റ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ 10th കഴിഞ്ഞു, +1 +2 ഞാൻ സെയിം സ്കൂളിൽ തന്നെ സയൻസ് എടുത്തു. അപ്പോൾ +1 +2 പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ നീറ്റ് ജേർണി ഞാനൊരു ട്യൂഷൻ സെൻറ്ററിൽ പോയിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ +2ൻ്റെ കൂടെ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു വർഷം എന്താ പറയുക മാക്സിമം എന്ന് പറയുന്നില്ല, ഞാൻ പ്രിപ്പയർ ചെയ്തു. പക്ഷെ അന്ന് ഞാൻ നോക്കുമ്പോൾ ഓക്കെ ഞാൻ എൻ്റെ മാക്സിമം കൊടുത്തു എന്നൊക്കെ തോന്നിയത്. എക്സാം കഴിഞ്ഞു, എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഓക്കെ ഈ പ്രാവശ്യം കിട്ടാൻ പോകുന്നില്ല. പിന്നെയാണ് ഞാൻ അനലൈസ് ചെയ്തത് എന്തായിരുന്നു പ്രശ്നം എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാൻ മെൻറ്ററാണ്, ലാസ്റ്റ് ഇയറിലും ടോപ്പ് ഇയറിലും മെൻറ്ററായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു എൻ്റെ ഒരു മെൻറ്റർഷിപ്പ് ജേർണിയിൽ ഞാൻ കണ്ടുവന്ന കുട്ടികളുടെ അടുത്തുനിന്നും ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് ആയിരുന്നു. നമുക്ക് പൊതുവേ ഞാൻ ഫിസിക്സ് പറയാൻ കാരണം മെജോറിറ്റി ഓഫ് ദി ആൾക്കാർക്കും ഫിസിക്സ് ആയിരിക്കും ബുദ്ധിമുട്ട്. അപ്പോൾ ഫിസിക്സ് എനിക്കും ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓക്കെ എനിക്ക് ബയോളജിയും കെമിസ്ട്രിയും കുഴപ്പമില്ല, എന്നാൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പറഞ്ഞു. ഞാൻ ഫുൾ എഫേർട്ട് അതിന് കൊടുത്തു. ഫിസിക്സ് ഞാൻ ഭയങ്കരമായിട്ട് നെഗ്ലക്ട് ചെയ്തു. ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഫിസിക്സും ഇല്ലാണ്ട് കെമിസ്ട്രിയും ബയോളജി കൊണ്ട് മാത്രം എവിടെ എത്താൻ പോകുന്നില്ല എന്നൊരു റിയലൈസേഷൻക്ക് വന്നു. പക്ഷേ ആ ലാസ്റ്റ് സമയത്ത് അത് മേക്കപ്പ് ചെയ്തെടുക്കൽ പോസിബിൾ അല്ലായിരുന്നു. അങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ വന്നു. ആ റിപ്പീറ്റ് ഇയറിൽ പിന്നെ അതേപോലെ ഞാൻ ഒരിക്കലും ഫസ്റ്റ് പ്രിപ്പയർ ചെയ്ത സമയത്ത് ഷോർട്ട് നോട്ടോ ഭയങ്കര സ്ട്രാറ്റജിക്കലി അല്ലായിരുന്നു അപ്രോച്ച് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ റിപ്പീറ്റ് ജേർണിയിൽ കറക്റ്റായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അണ്ടറിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ടൈം ടേബിളൊക്കെ ഫോളോ ചെയ്ത് ഷോർട്ട് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് കറക്റ്റ് ഇൻ്റർവെല്ലിൽ എക്സാം എഴുതി. എൻ്റെ ഫിസിക്സ് ആയിരുന്നു എൻ്റെ വീക്ക് പോയിന്റ്. അതിന് വേണ്ടിയിട്ട് മാക്സിമം ടൈം ഇൻവെസ്റ്റ് ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് സെറ്റാക്കാനുണ്ടായത്. അപ്പോൾ അങ്ങനെ 2022 ആണ് ഞാൻ റിസൾട്ട് വന്നു. ഞാൻ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയത് തന്നെ അത്ര ഹാപ്പി ആയിട്ടായിരുന്നു. ട്രസ്റ്റ് മീ ഗൈസ്, അന്ന് രാത്രി ഞാൻ ഉറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു സുഖമുണ്ട്. ഇറ്റ് വാസ് ദ ബെസ്റ്റ് ലൈഫ് ഇൻ മൈ ലൈഫ്. കാരണം ഞാൻ ആസ്പയർ ചെയ്തൊരു ഡോക്ടർ ആവണമെന്ന് വിചാരിച്ചു. അന്ന് രാത്രി ഉറങ്ങുമ്പോൾ ഓക്കെ ഞാൻ എൻ്റെ റിസൾട്ട് വരുന്നു, ഞാൻ ഡോക്ടർ ആവാൻ പോകുന്നു. എൻ്റെ ഒരു ഡ്രീം ജേർണീൻ്റെ എൻ്റെ ആ ഒരു ജേർണീൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ക്രോസ് ചെയ്തു എന്നുള്ളത് ആ ഒരു റിയലൈസേഷൻ ഭയങ്കരമായിരുന്നു. ഓഫ് കോഴ്സ് നമ്മുടെ പാരൻസിനും നമ്മുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സും ഓരൊക്കെ ഹാപ്പി ആയിരിക്കും. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് നമ്മൾ ആസ് എ പേഴ്സൺ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. അപ്പോൾ അത് ഒരിക്കലും നീറ്റിന് മാത്രം അത് കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഡ്രീം ആയിരിക്കും. നമുക്ക് ഡിസ്റ്റൈൻ ചെയ്യുന്ന ഒരു പൊസിഷനിലെത്തി നമ്മൾ ആ ഒരു ജേർണിയിലെത്തുമ്പോൾ നമ്മൾ ആ ഒരു സ്റ്റെപ്പിലെത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ വേറെ തന്നെയാണ്. അപ്പോൾ അത് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം വർക്ക് എടുക്കുക. റിപ്പീറ്റേഴ്സൊക്കെ അല്ലെങ്കിൽ റിപ്പീറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി അഡ്മിഷൻ എടുത്തു, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ ആയിരിക്കില്ല. നിങ്ങൾ കുറേയൊക്കെ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷേ നിങ്ങൾ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയൊന്നുമല്ല. നിങ്ങൾ കുറേ സെൽഫ് ഡൗട്ട് അടിക്കും, എന്നെ കൊണ്ട് പറ്റിയ പണിയാണോ എന്നൊക്കെ തോന്നും. പക്ഷേ ഈ ഒരു ജേർണി ക്രാക്ക് ചെയ്യാൻ ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് ഒരു സെൽഫ് അഫർമേഷനാണ്. എന്നെക്കൊണ്ട് പറ്റുമെന്നുള്ളത്. ബാക്കിയുള്ളവർ എന്താ പറഞ്ഞുകൊണ്ട് അതിലല്ല കാര്യം. നിങ്ങൾക്ക് സ്വയം തോന്നുന്നത് എന്നെക്കൊണ്ട് പറ്റുന്ന പണിയെല്ലാം തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ആ ഒരു ജേർണി മുന്നോട്ട് പോയാൽ നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷെ നേരെ മറിച്ച് ബാക്കിയുള്ളവർ എന്താ പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്വയം ഒരു വിശ്വാസമുണ്ട് എനിക്കിത് പറ്റും, ഞാനത് മാക്സിമം വർക്ക് എടുക്കും. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ എന്തായാലും അവരെത്താൻ പോകും. ആ ഒരു വിശ്വാസം മാത്രം പോരാ, നമ്മൾ എന്തായാലും ആ ഒരു വർക്ക് എടുക്കണം. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും ഒരു ഓഫ്കോഴ്സ് ഈ ജേർണി ഒരു റോളർ കോസ്റ്റർ റൈഡാണ്, എന്തായാലും അപ്സ് ആൻഡ് ഡൗൺസ് ആണ്. പക്ഷേ ഈ ഡൗൺസ് ഉണ്ടാകുമ്പോൾ ഇങ്ങനൊരു നിങ്ങൾക്ക് സ്വയം നിങ്ങളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സ്വയം അപ്ലിഫ്റ്റ് ചെയ്യാൻ വേറൊരാളുടെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ സെൽഫ് ഡൗട്ട് അടിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കുക. ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് വിശ്വസിക്കുക, മാക്സിമം വർക്ക് എടുക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.